അതേപോലെ ഓക്കെ, യെസ്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാണാൻ ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഞാൻ ആ വിഷയത്തിലേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. എനിവേ, ഇതൊരു വിഷയത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സംസാരിച്ച വിഷയമാണെങ്കിൽ ഒന്നുകൂടെ ആഴത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് കൂടിയാണ് ഇന്ന് നമ്മുടെ ഈ മെഗാ മാരത്തോൺ ട്രെയിനിങ് പ്രോഗ്രാമിൽ ആദ്യത്തെ ദിവസം തന്നെ ഇത് തിരഞ്ഞെടുത്തത്. ഒരു ജേണിയാണ്, ഇതൊരു യാത്രയാണ്, നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. അപ്പൊ യാത്ര പലപ്പോഴും നമുക്ക് സ്ലോ ആയി തോന്നാം, നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്ന് തോന്നാം. കുറെ ആയിട്ട് നമ്മൾ പലതും മാറി മാറി പ്രാക്ടീസ് ചെയ്തിട്ടും പല തെറാപ്പികൾ ചെയ്തിട്ടും പല ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമായുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ എന്താണ്, നല്ല പോസിറ്റീവായുള്ള ചേഞ്ചസ് ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം ഈ പ്രയാസങ്ങളോട് കടന്നു പോകാനുള്ള റീസണെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്തെടുക്കണമെന്നുള്ള ശക്തമായുള്ള അവബോധമുള്ള ആളുകൾ, ആ അവബോധത്തിന്റെ ശക്തിയിലാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഇത്തരം ക്ലാസ്സുകളിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. എനിവേ, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. നിങ്ങൾ സ്ക്രീനിൽ ആരൊക്കെയോ എന്തോ ആർക്കോ ഒരു സ്ക്രീനിൽ എന്തോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയതുപോലെ തോന്നുന്നേ. ഒന്ന് ഹോസ്റ്റും ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? സ്ക്രീനിൽ ഒരു ലൈൻ വന്നിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ സൂചിപ്പിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് എന്താണ്, നിങ്ങൾ ഈ ജേണിയെ അറിയുക, ഈ യാത്രയെ അറിയുക, ഈ യാത്രയുടെ ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞു ജീവിക്കുക എന്നുള്ളത്. ഡിസേബിൾ അനോട്ടേഷൻ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പോസ്റ്റ് ശ്രദ്ധിക്കുക, സ്ക്രീനിൽ ആ ലൈൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. അനോട്ടേഷൻ എന്നുള്ള ഭാഗം ഡിസേബിൾ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മളെ വിഷയത്തിൽ ഇനി വിഷയം ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. യെസ്, അപ്പൊ ഈ യാത്ര ജീവിതത്തെ യാത്രയായി കാണുകയും ഓരോ നിമിഷത്തെയും, യാത്രയുടെ ഓരോ നിമിഷത്തെയും നമ്മൾ അറിഞ്ഞ് അനുഭവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഫുൾഫിൽമെന്റ്, ആ സംതൃപ്തമായ സന്തോഷമുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ യാത്രയെ നമ്മൾ അറിയുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഈ ഓരോ നിമിഷവും ഉള്ള യാത്രയെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ജീവിതത്തെ ആസ്വദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? ലൈഫിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോ നിമിഷത്തെയും നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ നിമിഷത്തിന്റെയും പൂർണ്ണത അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ആർക്ക് കഴിയുന്നു, അവര് ജീവിതത്തെ അറിയുന്നു, അവര് ജീവിതത്തിന്റെ മഹത്വം അറിയുന്നു, അവര് ജീവിതത്തിന്റെ സൗന്ദര്യം അറിയുന്നു, ജീവിതത്തിന്റെ പൂർണ്ണത അറിയുന്നു, ജീവിതത്തിന്റെ ആ പൂർണ്ണമായ എക്സ്പീരിയൻസിൽ അവരുടെ ഹെൽത്ത് എന്താണ്, യഥാർത്ഥത്തിൽ ഹെൽത്തി ലൈഫ് എന്താണെന്ന് അറിയുന്നു, യഥാർത്ഥത്തിൽ ഒരു വെൽത്തി ലൈഫ് എന്താണെന്ന് അറിയുന്നു, യഥാർത്ഥത്തിൽ സന്തോഷമുള്ള കുടുംബ ജീവിതം എന്താണെന്ന് അറിയുന്നു, യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ലൈഫ് എന്താണെന്ന് അറിയുന്നു. ഇത് അറിഞ്ഞ ആളുകളാണ് ജീവിതത്തിന്റെ സൗന്ദര്യം അറിഞ്ഞവർ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ തീരം തേടിയുള്ള ഈ സൗന്ദര്യം അല്ലെങ്കിൽ സമാധാനം സന്തോഷം തേടിയുള്ള യാത്രയിൽ ജീവിതത്തെ പൂർണ്ണമായും അറിയുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല, അത് ശരിക്കും നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാവേണ്ട ഇന്നർ എക്സ്പീരിയൻസ്, നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ജീവിതത്തിന്റെ പൂർണ്ണമായുള്ള എക്സ്പീരിയൻസ്, പൂർണ്ണമായുള്ള സംതൃപ്തിയും സമാധാനവും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എന്ത്, നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെ? നമ്മളെ ആത്മസംതൃപ്തി, നമുക്ക് എപ്പോഴാണ് പൂർണ്ണമായ സംതൃപ്തമായ ജീവിതം ഉണ്ട് എന്ന് നമ്മൾ പറയുക. അതിന് ബേസിക്കായി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ഹെൽത്ത് ഈസ് വെൽത്ത്, അല്ലെ? ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയും, അല്ലെ? അപ്പൊ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സംതൃപ്തിയും സന്തോഷവും ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു ഇന്നർ പീസ്, വല്ലാത്തൊരു സമാധാനം അനുഭവിക്കുന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പൂർണ്ണത ഫീൽ ചെയ്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടോ? പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറച്ചെങ്കിലും ജീവിതത്തിന്റെ ആ ഒരു പൂർണ്ണത അനുഭവിക്കാൻ, എവിടേക്കോ ചില സ്പാർക്ക് വരുന്നുണ്ട്, എവിടേക്കോ ചില സംതൃപ്തിയും സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യും. ഞാൻ പറയുന്ന ഈ ഒരു ആശയത്തിന്റെ എവിടെയോ ഒരു സന്തോഷവും സംതൃപ്തിയും സമാധാനം എപ്പോഴും കിട്ടാറില്ല, ചില സമയത്തെങ്കിലും, അല്ലെ? ചില പ്രത്യേക നിമിഷത്തില്
അങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കുറെ പേരുണ്ട്, കുറെ പേര്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അല്ലേ? ഈ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, നമ്മൾ ആ പൂർണ്ണത ഉള്ളിൽ, ആ പൂർണ്ണമായുള്ള സംതൃപ്തമായുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? നമുക്ക് എപ്പോഴും ലൈഫിൽ ഉണ്ടാവേണ്ടത് ഈ ഒരു അവസ്ഥയാണ്. ഈ ഒരു കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ് ആണ്. അതെ, ഈ ഒരു സമാധാന അവസ്ഥ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ യാത്രയെ നമ്മൾ അറിയുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഇപ്പോൾ ഈ നിമിഷം നമ്മളെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയുടെ ആ പൂർണ്ണമായുള്ള സന്തോഷാവസ്ഥ നമുക്കറിയാം. അതാണ് ഓരോ നിമിഷത്തിന്റെയും പൂർണ്ണത അറിയുക എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ്, അല്ലെ? ആ സന്തോഷം, ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ആ പൂർണ്ണമായുള്ള സംതൃപ്തി, ഫീലിംഗ് ഓഫ് കണ്ടന്റ്മെന്റ്. സൈക്കോളജി പറയുന്നത് കണ്ടന്റ്മെന്റ് എന്താ? ഒരു എന്തൊക്കെയോ ലൈഫിൽ ഒരു പൂർണ്ണത, ആ പൂർണ്ണമായുള്ള സംതൃപ്തമായുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളിൽ അനുഭവിക്കുക എന്നുള്ളത്. അതെ, ഒരു കംപ്ലീഷൻ ഓഫ് സംതിങ്, എന്തോ ഒരു അച്ചീവ്മെന്റ്, നമ്മൾ നേടിയൊരു ഫീൽ, അല്ലെ? ജീവിതം മുതലായി എന്ന് തോന്നുന്ന ഫീൽ. ജീവിതത്തിൽ എന്താണ് സാധാരണഗതിയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഫീൽ എപ്പോഴാണ് വരികയാണ്? നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു കാര്യം എന്താ പറയുക? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുമ്പോഴാണ് അത് കിട്ടുക എന്നുള്ളതാണ്, അല്ലെ? ആണോ അല്ലേ? കുറെ കാലമായിട്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന സന്തോഷം, അല്ലെ? അല്ലെങ്കിൽ ആ സന്തോഷത്തിന് കാരണമായുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് നല്ല ഒരു ഫാമിലി ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും. അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായുള്ള ഉയർച്ച ഞാൻ ആഗ്രഹിച്ചിരുന്നു, അത് കിട്ടിയില്ല. ഞാൻ ബിസിനസ് കുറെ കാലമായിട്ട് വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ തുടങ്ങാൻ, ചില ആൾക്കാർ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറെ ആയിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ബിസിനസ് കുറെ വളർത്തിയെടുക്കാൻ, അല്ലെ, കൂടുതൽ പ്രോഫിറ്റബിൾ ആയി, കൂടുതൽ വലിയ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അല്ലെ, ഇപ്പോൾ ജോലിയില്ല, നല്ല ജോലി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അതേപോലെ തന്നെ നല്ല പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നു. പല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ്, നേടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമ്മുടെ മുന്നിൽ കണ്ണിൽ കാണുമ്പോഴാണ്, ഡയറക്റ്റ് ആയിട്ട് അത്തരം ഒരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ എന്ത് പറയാ? എനിക്ക് ഞാൻ ആഗ്രഹിച്ച ലൈഫ് കിട്ടി എന്ന് പറയാം, അല്ലെ? ആണോ അല്ലെ? ഞാൻ ആഗ്രഹിച്ച ലൈഫ് കിട്ടി എന്ന് പറയണമെങ്കിൽ നമ്മുടെ കൺമുന്നിൽ അത് കാണണമെന്നാണ് നമ്മൾ വാശി പിടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് അങ്ങനെയാണ്. ഞാൻ ആഗ്രഹിച്ച ആ ലൈഫ് എനിക്ക് കിട്ടി എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമുക്ക് ആ ഫുൾഫിൽമെന്റ്, ആ കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ്, ആ പൂർണ്ണമായുള്ള സംതൃപ്തമായുള്ള ലൈഫ് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ലൈഫ് നമുക്ക് കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം ഹെൽത്ത് ആണ്. അപ്പൊ എല്ലാവരുടെ ലൈഫിലും ഹെൽത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാണ് ഇന്നത്തെ സെഷൻ ഞാൻ പ്രത്യേകമായിട്ട് ഒരു ഹെൽത്തി ജേണി, അവർ പൂർണ്ണമായുള്ള ആരോഗ്യമുള്ള യാത്ര എങ്ങനെ നടത്താമെന്ന് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ ഒരു ഹെൽത്ത് ലഭിക്കണമെങ്കിൽ മാനസികവും ശാരീരികവും അതുപോലെ വൈകാരികവും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു തലത്തിലേക്കുള്ള ഒരു ഹെൽത്ത് നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ഈ സ്പിരിച്വൽ ജേർണിയുടെ ഭാഗമായുള്ള യാത്ര എന്ത് ചെയ്യണം? മനോഹരമായിട്ട് നമുക്ക് നടത്താൻ കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിൽ വരുന്നത്? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇത്, എല്ലാവരും ശ്രദ്ധിക്കുക. വാട്ട് കംസ് ടു യുവർ മൈൻഡ് വെൻ യു തിങ്ക് ഓഫ് ഹെൽത്ത്? ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? നിങ്ങളൊന്ന് പറയോ? ആരോഗ്യം എന്ന് ചിന്തിക്കുമ്പോൾ, ഹെൽത്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജുകൾ എന്തൊക്കെയാണ്? രോഗം ഇല്ലാത്ത അവസ്ഥയാണോ വരുന്നത്? ചിലർക്ക് ബോഡിയാണ് വരുന്നത് അറിയുന്നു, ചിലർ മെന്റൽ ഹെൽത്ത് ആണെന്ന് പറയുന്നു, അല്ലെ? നിങ്ങൾ മനസ്സിലാക്കുക, രോഗം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹാപ്പി ലൈഫാന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഹാപ്പി മൈൻഡ് ആണെന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ശരിക്ക് വരുന്ന നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അസ്വസ്ഥത ഉണ്ടെങ്കിൽ, പല ആളുകളുടെയും ഉള്ളിൽ വരുന്ന ചില ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന നിങ്ങൾ ഇത്തരം ചിത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബ്ലഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും, അല്ലെ? റൈറ്റ്? പലപ്പോഴായിട്ട് ബോഡി പെയിൻ അനുഭവിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്നതായിരിക്കാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ഇവിടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രധാനമായും ഉള്ളിൽ വരുന്ന ചിത്രങ്ങൾ ഇത്തരം ചിത്രങ്ങളായിരിക്കാം. ഹെൽത്ത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളും ചിത്രങ്ങളും വിചാരങ്ങളും വികാരങ്ങളും എല്ലാം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ അറിയലാണ്. ശരിക്കും മനസ്സിലാക്കുക, നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണം. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ വാട്ട് ഈസ് മൈ ഫീലിംഗ്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ ശരീരത്തെക്കുറിച്ച്, എൻ്റെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച്, മാനസിക ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ വൈകാരികമായുള്ള ആ ഒരു മാനസിക നിലയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഫീൽ എന്താണ്, ആ ഫീലിനനുസരിച്ച് അവിടെ ഹെൽത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. എനർജി എന്ന് പറയുന്നത് എന്താണ്? എനർജി എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്, നമ്മുടെ ഫീലിങ്സ് ആണ്. എനർജി ഇൻ മോഷൻ എന്ന് പറയും. എനർജിയെ കുറിച്ച് എപ്പോഴും പറയുന്നത് ഇമോഷനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എനർജി ഇൻ മോഷൻ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് ഇങ്ങനെ എനർജി ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സ് മാറിക്കളിക്കുമ്പോൾ, ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫീൽ എന്താണ്, എന്താണ് പലപ്പോഴും കൂടുതൽ സമയവും നമുക്ക് നമ്മളെ ചിന്തകളുടെ ഫീലിങ്സിന്റെ ഒരു 80 to 90% ശക്തമായുള്ള പോസിറ്റീവായുള്ള ഒരു ഫീലോടുകൂടി അത്തരം ചിന്തകളും വികാരങ്ങളും നിരന്തരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ, അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ശരിക്കും ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാവും, നിങ്ങളുടെ 80 to 90% ചിന്തകളിൽ കടന്നു വരുന്നത് എന്താണ്? ഹെൽത്തുമായി ബന്ധപ്പെട്ട നെഗറ്റീവായുള്ള ഇമേജുകളും അത്തരം ഫീലിങ്സുമാണ്. റൈറ്റ്? നിങ്ങൾ ടെൻഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ പ്രശ്നത്തെ മാറ്റാൻ ശ്രമിക്കുന്നു, നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഹോസ്പിറ്റലിൽ പോയതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇതൊന്നും വേണ്ട എന്നല്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. പക്ഷെ നമ്മുടെ ചിന്തകൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട സിറ്റുവേഷനും വ്യക്തികളും സാഹചര്യങ്ങളും നിരന്തരമായിട്ട് റിപ്പീറ്റഡ്ലി നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ചെയ്യാം, നിരന്തരമായിട്ട് എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച കണ്ടുകൊണ്ട് കാണുന്ന ആ കാഴ്ചകൾ തന്നെ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ മനസ്സിലേക്ക് അത് കോപ്പി ചെയ്യുന്നുണ്ട്. നേരത്തെ അനുഭവിച്ച പല നെഗറ്റീവായുള്ള ചിത്രങ്ങളായിട്ട് അത്തരം അനുഭവങ്ങൾ നിരന്തരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന പലപ്പോഴും ഡീഫോൾട്ട് മോഡിലാണ്. അതായത് നേരത്തെയുള്ള ഒരു നെഗറ്റീവായുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ അതിനനുസരിച്ച് മാച്ച് ചെയ്യുന്നത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അവിടെ നമ്മൾ നിരന്തരമായിട്ട് അവയർനെസ് കൊടുക്കണം. എന്താണ് ഞാൻ എൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ എൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ആ ഫീൽ ചെയ്ത് ഹോസ്പിറ്റലിൽ പോകുന്നതും ട്രീറ്റ്മെന്റ് എടുക്കുന്നതുമാണ് കൂടുതൽ ചിന്തിക്കുന്നെങ്കിൽ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. മെഡിസിൻ കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ അട്രാക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ രോഗം വന്ന് കിടപ്പിലാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അതുപോലെ എന്താണ്, ആ രോഗം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് സംഭവിക്കുന്ന, അതുപോലെ എന്താണ് എൻ്റെ ഫാമിലി ലൈഫിന്, എൻ്റെ ഇൻകത്തിന്, എൻ്റെ നിരന്തരമായുള്ള വരുമാനത്തിന്, എൻ്റെ ബിസിനസ്സിന്, എൻ്റെ ജോലിക്ക്, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നിരന്തരമായിട്ട് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വറീഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് വീണ്ടും 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 നിങ്ങളുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങളെ നിങ്ങൾ അതിലൂടെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവയർനെസ് കൊണ്ടുവരിക. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്, എൻ്റെ ഉള്ളിൽ എന്താണോ നിരന്തരമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പൊ ഈ അവയർനെസ് കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആഴത്തിലേക്ക് ഇറങ്ങണമെന്ന് ഇന്നത്തെ ഈ സെഷന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റണം. ഡീപ്പർ ലെവലിലേക്ക് എന്ത് ചെയ്യാം, യെസ്, ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് അവയർനെസ് ലെവൽ ഉയർത്തേണ്ടതുണ്ട്. ഞാൻ എന്ത് കാണണം, ഞാൻ എന്ത് കേൾക്കണം, ഞാൻ എന്ത് ഫീൽ ചെയ്യണം, ഞാൻ എന്ത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നത് എൻ്റെ ചോയ്സ് ആണെന്നുള്ള ആ പവറിലേക്ക്, ശക്തിയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക്, ആ ബോധതലത്തിലേക്ക്, ആ ഹയർ ലെവൽ കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ഒരു ചിന്താ തലത്തിലേക്ക്, ആ ഒരു ഉയർന്ന വൈബ്രേഷനിലേക്ക് എൻ്റെ ചിന്തയെ ഞാൻ ഉയർത്തിയേ പറ്റൂ എന്ന ശക്തമായുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എനിക്കതിലേക്ക് ഉയരാൻ പറ്റും. അതൊരു വിശ്വാസത്തിന്റെ ശക്തിയാണ്. അത് കേവലം വിശ്വാസമല്ല, അടിപതറാത്ത വിശ്വാസം എന്നാ പറയാ.
കുലുങ്ങാത്ത വിശ്വാസം. ആരെന്ത് പറഞ്ഞാലും, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും, എന്തൊക്കെ മെഡിസിൻ കഴിക്കണം, ഇതൊന്നും കഴിക്കണ്ട ചെയ്യണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഇതൊക്കെ കഴിച്ചാലും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഭയമുണ്ടല്ലോ, ഒരു പേടിയുണ്ടല്ലോ, നമ്മളെ ബാക്കോട്ട് നയിക്കുന്ന ഒരു പേടി. അതെ, പ്രതിരോധ ശക്തി നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകത്തെ കുറിച്ച് മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നു, പേടിയാണ് അല്ലെ. ഡ്രിനാലിൻ ഹോർമോൺ, കോർട്ടിസോൾ ഹോർമോൺ അമിതമായി എപ്പോഴാണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക? അതെ, പേടി ഉണ്ടാവുമ്പോഴാണ്. സ്ട്രെസ് ഉണ്ടാവുക, പേടിയിൽ നിന്നുണ്ടാവുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനും വർദ്ധിച്ചു വന്നിട്ടാണ് ശരീരത്തിന്റെ പ്രതിരോധ ശക്തി നശിക്കുന്നതെന്ന് പറയുന്നു. ആ പ്രതിരോധ ശക്തി എപ്പോഴാണോ കുറയുന്നത് അപ്പോഴാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ആ പ്രതിരോധ ശക്തിയെ ഞാൻ അറിയേണ്ടതുണ്ട്. ഇത്തരം ഒരു പ്രതിരോധ സംവിധാനമുള്ള ശരീരമാണ് എൻ്റേത്. അത് ബൈ ബർത്ത് ദൈവം തമ്പുരാൻ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് ഇങ്ങോട്ട് അയച്ചതാണ്. അത് നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ പ്രതിരോധ സംവിധാനത്തെ കുറിച്ച് ശക്തമായ അവബോധം എനിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിനെ ഉയർത്താൻ, അതിനുശേഷം അതിലെ ബുദ്ധി ശക്തി എനിക്ക് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിവേകം എനിക്ക് തന്നിട്ടുണ്ട്. ആളുകൾ എന്ത് പറയുന്നു, മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നതല്ല, ഞാൻ എന്താണോ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണോ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണോ നിരന്തരമായി എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് എൻ്റെ മുന്നിൽ ഓരോ നിമിഷവും ആരോഗ്യ പ്രശ്നങ്ങളായി മാനിഫെസ്റ്റ് ചെയ്യുന്ന എൻ്റെ മുന്നിൽ. അത് നെഗറ്റീവായുള്ള സിറ്റുവേഷൻസ് ആയില്ലേ, രോഗങ്ങളായി, പലവിധ പ്രശ്നങ്ങളായി നിരന്തരമായിട്ട് എൻ്റെ മുന്നിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എനിക്കതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. എനിക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയും, എനിക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നിരന്തരമായി കൊടുക്കുക. അഫർമേഷൻസ് അല്ലെങ്കിൽ നോട്ട് ചെയ്യട്ടെ എല്ലാവരും. നമ്മൾ വീണ്ടും വീണ്ടും, ഇപ്പോൾ നിങ്ങൾ കൊടുത്ത അഫർമേഷൻസ് മതിയായിട്ടില്ല, വീണ്ടും വീണ്ടും ഈ അഫർമേഷൻ ഒരുപാട് ഉറക്കെ പറയണമെന്നില്ല. നമ്മളെ മനസ്സിന് ഇത് പറഞ്ഞ് പഠിപ്പിക്കണം, നിരന്തരമായിട്ട് ട്രെയിൻ ചെയ്യണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സെൽഫ് ട്രെയിനിങ്. ഇതാണ് നമ്മൾ സെൽഫ് എഡ്യൂക്കേഷൻ ഇപ്പൊ നേടുന്നത്. ഈ സെൽഫ് എഡ്യൂക്കേഷൻ ഇത് നമുക്ക് വേണ്ടി ലൈഫ് എഡ്യൂക്കേഷൻ നേടിക്കൊണ്ടേയിരിക്കണം. ഈ ലൈഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് എഡ്യൂക്കേഷൻ ആണ്, നമ്മളെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ആണ്. നമ്മളെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിരന്തരമായി നമ്മുടെ ഉള്ളിൽ എന്താണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ആണ്. നിങ്ങൾ അസുഖത്തെക്കുറിച്ചാണ്, അലർജിയെക്കുറിച്ചാണ്, പ്രശ്നത്തെക്കുറിച്ചാണ് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വരും. അപ്പൊ ഞാൻ കൂടുതൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കണം, സംതൃപ്തിയെക്കുറിച്ച് ചിന്തിക്കണം, സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കണം, അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കണം. അതെ, അതിനെങ്ങനെ കഴിയും എന്നാണ് ചിന്തിക്കുക. അതിന് കഴിയും എന്നുള്ളത് എന്താണ്? അത് നമ്മൾ തന്നെയാണ്. അതിന് കഴിയുമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞ് പഠിപ്പിക്കണം. എനിക്കതിന് പറ്റും, എനിക്കതിന് സാധിക്കും, എനിക്കതിന് കഴിയുമെന്ന് നിരന്തരമായിട്ട് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. അതല്ലേ ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞ പഠനങ്ങളെല്ലാം പറയുന്നത് എന്താ? ന്യൂറോ സയൻസ് പറയുന്നത് നമ്മള് ബ്രെയിൻ, നമ്മുടെ ഒരുപാട് ന്യൂറോല്ലേ, കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ന്യൂറോൺസ് നമ്മളുടെ ബ്രെയിനിലുണ്ട്. ഈ ബ്രെയിൻ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായുള്ള കമ്മ്യൂണിക്കേഷൻ കാരണമാണ് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നത് അല്ലെ. നിരന്തരമായി തന്നെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നിരന്തരമായിട്ട് ഉള്ളിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളത് എന്താണെന്ന് തിരിച്ചറിയുക, ആവശ്യമില്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യുക? നെഗ്ലക്ട് ചെയ്യുക. അതെ, നമ്മൾ ബ്രെയിനിൽ പൂർണ്ണമായും ഹെൽത്തിനെ കുറിച്ചുള്ള, കംപ്ലീറ്റ് ഹെൽത്തിനെ കുറിച്ചുള്ള, പെർഫെക്റ്റ് ഹെൽത്തിനെ കുറിച്ചുള്ള നിരന്തരമായുള്ള കമ്മ്യൂണിക്കേഷൻസ്, ന്യൂറോൺസ് തമ്മിൽ നിരന്തരമായിട്ട് പോസിറ്റീവായുള്ള ഹെൽത്തിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം. അത് തന്നെയാണ് മെന്റൽ ഹെൽത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ആ മെന്റൽ ഹെൽത്തിന്റെ ബേസ് ലവ്, നമ്മളെപ്പോഴും പറയുന്ന ആ സ്നേഹം, സന്തോഷം, സമാധാനം, സംതൃപ്തി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉള്ളിൽ അല്ലെ ക്രിയേറ്റ് ചെയ്യണം. ആശങ്കയും പരിഭവങ്ങളും പരാതികളും നിരന്തരമായി പറയുന്ന ഒരു ബ്രെയിനിന്റെ ഒരു സാഹചര്യം, അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ നിരന്തരമായിട്ട് ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ പോലും അറിയാതെ അവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല എന്ന് കുറെ ആളുകൾ പറയാറുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ഇല്ല, ഒരു രക്ഷയുമില്ലാത്ത സിറ്റുവേഷൻ ഇല്ല. അത് നമ്മളുടെ തെറ്റായ ചിന്താരീതിയാണ്. മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പറയുന്നു. ബ്രെയിനെ കുറിച്ച് പറയുന്നത് ന്യൂറോ സയൻസ് ആണ് പറയുന്നത്. എന്താണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? അത്തരം ന്യൂറോൺസ് നിരന്തരമായിട്ട് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പാറ്റേൺ ഉണ്ടാകുന്നു. ആ പാറ്റേണിന്റെ പേരാണ്
ന്യൂറൽ പാത്വേ എന്ന് പറയും, ന്യൂറോപാത്സ് എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂറൽ പാത്വേ എന്ന് പറയും. നമുക്കറിയാം, നിരന്തരമായിട്ട് ഒരു സ്ഥലത്തിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അവിടെ ഒരു ചാലിട്ട് ഒഴുകുന്ന പോലെ അവിടെ ഒരു രൂപം, ഒരു ചാല് പോലെ ഇങ്ങനെ ഒരു രൂപം, അവിടെ ഒരു എന്താ പറയാ, ഒരു അടയാളം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് നമ്മൾ ഒരേ രീതിയിൽ ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ ബ്രെയിനിന്റെ ചില ഏരിയകളിൽ ചില പാറ്റേൺസ് രൂപപ്പെടുന്നുണ്ട്. ഈ പാറ്റേൺസിനനുസരിച്ച് മാത്രമേ പിന്നീട് ബ്രെയിൻ പ്രവർത്തിക്കുകയുള്ളൂ. ആ പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരിക്കലും കൺസിസ്റ്റന്റ് അല്ല, മനസ്സിലാക്കുക. അത് ഫിക്സഡ് അല്ല, ഒരു രക്ഷയുമില്ല, മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ തെറ്റായുള്ള വിശ്വാസം മാത്രമാണ്. പഠനം പറയും, ന്യൂറോ സയൻസ് പറയുന്നു, നിരന്തരമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ മാറ്റാൻ കഴിയും. ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ അതിന് റെഡി ആണോ എന്നുള്ളത്. ആരോ റെഡി? എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളെ ബ്രെയിനിന്റെ ഇപ്പോഴത്തെ പാറ്റേൺ കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, മാറ്റാൻ കഴിയും. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? മാറുന്നില്ല, പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങളുടെ ന്യൂറോൺസ് ഇപ്പോഴും പറയുന്നു മാറ്റത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ മാറുന്നില്ലല്ലോ എന്നുള്ള നിരന്തരമായ ചിന്തയിൽ ഉണ്ടാകുന്ന വിഷമമാണ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. വിഷമവും പേറിയിട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ വിഷമം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാറും, ഇതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൊടുക്കുക. ആ പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവയർനെസ് സെഷൻ എടുക്കുന്നത്. ഇത് കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. മാറാത്തതായി ഒന്നും ഇല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയുന്നത് കേവലം ഒരു വാക്കല്ല, ഒരു പാഴ്ചൊല്ലല്ല, അർത്ഥമുള്ള വാക്കാണ്. ന്യൂറോ സയൻസ് ആണ് പറയുന്നത്. കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. ഒരു കംപ്ലീറ്റ് ചേഞ്ച്, ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ അത് പോസിബിൾ ആണ്, സാധ്യമാണ്, മാറ്റം സാധ്യമാണ്. ഹെൽത്തിൽ, ആരോഗ്യത്തിൽ പൂർണ്ണമായുള്ള ഒരു തിരിച്ചുവരവ് സാധ്യമാണ്. അത് എത്ര വലിയ രോഗമാണെങ്കിലും പൂർണ്ണമായും സാധ്യമാണെന്നുള്ള ആ ഒരു അവബോധത്തിന്റെ ശക്തി കൊടുക്കുക. ഈ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഇത് തന്നെ നിങ്ങൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് എഴുതുക, അഫർമേഷൻസ് എഴുതുക, കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് പറയുക, സാധ്യമാണ്, മാറ്റം സാധ്യമാണ്. എത്ര പ്രാവശ്യം പറയണമെന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബ്രെയിന്റെ ചിന്താ പാറ്റേൺ മാറി എന്ന് എപ്പോഴാണ് ബോധ്യപ്പെടുക, അതുവരെ നിങ്ങൾ പറയണം, അല്ലെ? എത്ര തവണ ചിലർ പറയാം, എത്രയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കണം, അല്ലെ? ആണോ അല്ലേ? എത്രയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കണം എന്നാ പറയാ. അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എത്രയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? എത്ര തവണ നമ്മളെ ബ്രെയിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്? വേറെ ആരും ഇത് പറഞ്ഞു തരൂല കേട്ടോ, വേറെ ആരും ഇത് പറഞ്ഞു തരില്ല. നിങ്ങൾ എന്താണോ നിങ്ങളെ ബ്രെയിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതാണ് സംഭവിക്കുക. അതിന്റെ ചോയ്സ് നിങ്ങളടുത്താണ്. അത് പറഞ്ഞു പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അതിന്റെ അവകാശങ്ങൾക്കുണ്ട്, അതിന്റെ മേലെ അധികാരം നിങ്ങൾക്കുണ്ട്, അതിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്, മറ്റുള്ള ആളുകളുടെ കയ്യിലല്ല. മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല ജീവിതം. നിങ്ങൾ എന്താണോ നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് ജീവിതം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ദ സീക്രട്ട് എന്ന പുസ്തകത്തിലെ മോറിസ് ഗുഡ്മാന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ മോറിസ് ഗുഡ്മാൻ എന്നുള്ള ദ മിറക്കിൾ മാൻ സെർച്ച് ചെയ്യുക. ഒരിക്കലും ലൈഫിൽ തന്റെ പ്രൈവറ്റ് ജെറ്റ് ഓടിച്ചിട്ട് തകർന്ന് തരിപ്പണമായിട്ട് ജീവനുണ്ടോ എന്നുള്ള സംശയത്തിൽ ഓടിക്കൂടി ആളുകൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. നേരിയ ശ്വാസം മാത്രമേ ഉള്ളൂ, ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല. ഇനി അഥവാ തിരിച്ചു വരികയാണെങ്കിൽ ജീവച്ഛവമായി കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ ആൾ, അദ്ദേഹം പിന്നീട് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലൈഫിലേക്ക് തിരിച്ചു വന്ന കഥയുണ്ട്. ആ കഥയാണ് ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ച കഥയാണ്. ആ കഥയില് മോറിസ് ഗുഡ്മാൻ, നിങ്ങൾ സെർച്ച് ചെയ്യുക യൂട്യൂബിൽ, മോറിസ് ഗുഡ്മാൻ സെർച്ച് ചെയ്യുക, ദ മിറക്കിൾ മാൻ. എല്ലാവരെയും പ്രൊമോട്ട്, അതായത് ഒരിക്കലും തിരിച്ചു വരില്ല. തന്റെ ഡയഫ്രം, ശ്വാസകോശം ഡയഫ്രം പൊട്ടി. നിങ്ങൾ ആലോചിക്കുക, ശ്വസിക്കാൻ കണ്ണ് തുറക്കാനും അടക്കാനും മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്ന ഒരേ ഒരു പ്രവൃത്തിയുള്ളൂ ശരീരത്തിൽ, അല്ലെ? ഡയഫ്രം, ശ്വസിക്കുന്ന ഡയഫ്രം പൊട്ടി. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുകയാണ്, ശ്വസിക്കാൻ വേണ്ടി റെസ്പിറേറ്ററി സിസ്റ്റം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറയും, അദ്ദേഹം കേൾക്കുന്നുണ്ട്, എന്താണ്, ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല, ജീവച്ഛവമായി കിടക്കേണ്ടി വരും, അല്ലേ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ഡോക്ടേഴ്സ് പറയും, അദ്ദേഹം കേട്ടിരുന്നു. അദ്ദേഹം പറയും, അത് പറയുന്നത് ഡോക്ടേഴ്സ് അല്ലേ, ഞാൻ അതല്ലല്ലോ പറയുന്നത്, ഞാൻ എന്താ
ഞാൻ എന്താണോ എൻ്റെ ഉള്ളിൽ എന്നോട് സംസാരിക്കുന്നത് അതാണ് എൻ്റെ ലൈഫ്. അല്ലാതെ ഡോക്ടേഴ്സ് പറയുന്ന മറ്റുള്ളവർ പറയുന്നതല്ല. ഡോക്ടേഴ്സ് പറയുന്ന ആപ്തവാക്യമായി കൊണ്ടുനടക്കുന്ന ആളുകൾ പറയാ, നിങ്ങൾ എന്താണോ നിങ്ങളോട് സംസാരിക്കുന്നത് അതാണ് നിങ്ങളുടെ ഹെൽത്ത്. അതെന്തായാലും ശരി, അത് കണ്ണിന്റെ കാഴ്ചയായാലും ചെവിയുടെ കേൾവി ശക്തിയാണെങ്കിലും ഹൃദയത്തിന്റെ പ്രശ്നമാണെങ്കിലും തലച്ചോറിന്റെ പ്രശ്നമാണെങ്കിലും മറ്റെന്തിന്റെ പ്രശ്നമാണെങ്കിലും നിങ്ങൾ എന്താണെങ്കിലും മനസ്സിലാക്കുക. ശ്വസിക്കാൻ പോലും കഴിയാതെ ഡയഫ്രം ഒരിക്കലും അല്ലെ, പൊട്ടിയ ഡയഫ്രം നിങ്ങൾ ആലോചിച്ചു എങ്ങനെ ശരിയാണ്. അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ആഞ്ഞു വലിക്കൂ, ആഞ്ഞു വലിക്കൂ, മോറിസ് ആഞ്ഞു വലിക്കൂ, നിനക്ക് ശക്തമായി ശ്വസിക്കാൻ കഴിയും, ശക്തമായി ശ്വസിക്കാൻ കഴിയും. 100% ചിന്ത അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആളുകൾ പറയുന്നത് ഒരു കാരണവശാലും ഉള്ളിലോട്ട്, അതാ പറയുക, ഡോക്ടേഴ്സ് പറയുന്നത് ഉള്ളിലേക്ക് കടന്നു വരാൻ അനുവദിച്ചില്ല എന്നാ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന വാക്ക് എന്താണ്? നിങ്ങള് ഡോക്ടേഴ്സ് പറയുന്നത് ഉള്ളോട്ട് കടന്നു വരാൻ അനുവദിച്ചില്ല. അതെ, ഇത് നിങ്ങളുടെ ചോയ്സ്. അദ്ദേഹത്തിന്റെ പവർ ഓഫ് ചോയ്സ് ആലോചിച്ചു നിങ്ങള്, അല്ലെ? ഇത് ഉള്ളോട്ട് കിടക്കണോ കിടക്കണ്ടേ തീരുമാനിക്കുക ഞാനാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ചോയ്സ്. ഈ പവർ ഓഫ് ചോയ്സ് അറിഞ്ഞവരാണ് ലൈഫിൽ സക്സസ് ആവുന്നത്. ഹെൽത്ത് ഈസ് യുവർ ചോയ്സ്. ഒരിക്കലും ലൈഫിൽ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഡോക്ടേഴ്സ് മാറില്ല എന്ന് പറഞ്ഞ അസുഖം മാറി ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ ലോകത്ത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അതാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ ഈ ബോധമില്ലാഞ്ഞിട്ടാണ്. ആദ്യം ഈ അറിവുണ്ടാവും. ഈ അറിവാണ് ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു അറിവ്. ദാറ്റ് ഈസ് എ പവർ ഓഫ് ചോയ്സ്. മനുഷ്യനെ ദൈവം തമ്പുരാന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ദിസ് ഈസ് എ പവർ ഓഫ് ചോയ്സ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്താണ് പവർ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്? മൈ ഹെൽത്ത് ഈസ് മൈ ചോയ്സ്. എന്റെ ആരോഗ്യം എന്റെ ചോയ്സ് ആണ്. അതാണ്, എന്റെ ആരോഗ്യം എന്റെ ചോയ്സ് ആണ്. എന്റെ ആരോഗ്യം എന്റെ തെരഞ്ഞെടുപ്പാണ്. എനിക്ക് എന്റെ ലൈഫിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. 100% എന്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ്, മറ്റുള്ളവരല്ല. എന്റെ ചോയ്സ് ആണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. ആ തിരിച്ചറിവുണ്ട് എന്താ സംഭവിക്കുക? ഉടനെ തന്നെ ഒരു ബാലൻസ് വരും. അവിടെയാണ് ആ കംപ്ലീഷൻ വരിക. കാരണം ഈ തിരിച്ചറിവ് പെർഫെക്ഷൻ ആണ്. പലപ്പോഴും പല ആളുകൾ പറയും മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെ എന്താണ്, നിസ്സാരനാണ്, കഴിവില്ലാത്ത ആളാണ്, ദൈവം തമ്പുരാൻ അങ്ങനെ സൃഷ്ടിച്ച്. അങ്ങനെയല്ല, മനുഷ്യൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. എന്തും നേടാൻ കഴിയും, എന്തും സാധിച്ചെടുക്കാൻ കഴിയും. ഇതെല്ലാം ദൈവികമായ അനുഗ്രഹമാണ്, നമ്മുടെ കഴിവൊന്നുമല്ല. എല്ലാം ദൈവികമായ നിരന്തരമായ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബൈ ബർത്ത്, ജന്മനാ തന്നെ നമുക്ക് ആ ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് സ്വയം പ്രതിരോധ ശക്തിയാണ് മെഡിക്കൽ സയൻസ് പോലും പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തില് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്വയം പ്രതിരോധിക്കാൻ ആന്റിബോഡീസ് ഉണ്ട് എന്ന് പറയുന്നു, അല്ലെ? ആന്റിബോഡീസിന്റെ പ്രത്യേകത എന്താണ്? ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ 100 കണക്കിന് ആന്റിബോഡീസ് ആ വൈറസിനെ കൊല്ലാൻ വേണ്ടി സദാ ജാഗരൂകരായി അവിടെ, അല്ലെ, ഒരു വേലിക്കെട്ട് പോലെ. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ വേലിക്കെട്ടിൽ അവിടെയുള്ള പട്ടാളക്കാർ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നത്, ഇതേപോലെ അതിശക്തമായുള്ള പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രതിരോധ മരുന്നിന്റെ ആവശ്യം വരുന്നു എന്നാണ് എന്റെ ചോദ്യം. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രതിരോധ സംവിധാനം നമ്മളെ ശരീരത്തിലുണ്ട്. അതുകൊണ്ടല്ലേ മോറിസ് ഗുഡ്മാൻ വിജയിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാവരും പറഞ്ഞിട്ടും ശക്തമായുള്ള പ്രതിരോധ സംവിധാനം, ബോഡിക്ക് സ്വയം റിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ളതാണ്. ബോഡി ക്യാൻ ഹീൽ ഇറ്റ് സെൽഫ് എന്നാ പറയുന്നത്, അല്ലെ? ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ പറഞ്ഞ പ്രധാനപ്പെട്ട 2012 ഇറങ്ങിയ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ബയോളജി ഓഫ് ബിലീഫ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ പറയുന്ന ഒരു വാക്കുണ്ട്, ബോഡി ക്യാൻ ഹീൽ ഇറ്റ് സെൽഫ്. ബോഡിക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള ശക്തിയുണ്ട്. ബോഡിക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഈ ശക്തി അറിയാതെ നമ്മൾ പറയും എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിവില്ല, ഞാൻ രോഗിയാണ്, ഞാൻ ഇങ്ങനെയായി പോയി, എനിക്ക് രക്ഷയില്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടാനാ? നിങ്ങൾ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നിങ്ങൾക്ക് ഇപ്പോഴും സത്യം അറിഞ്ഞില്ല, നിങ്ങൾക്ക് സത്യം അറിയില്ല, യാഥാർത്ഥ്യം അറിയില്ല, നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ചുക്കും അറിയില്ല. അതാണ് അതിന്റെ സത്യം. ഈ അറിവ് നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ഹെൽത്തി ആയി ജീവിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി ഒരുപാട് ആൾക്കാര് ആ സ്ട്രോങ് ഹെൽത്തിൽ ജീവിക്കുന്നു. ഈ ഹെൽത്ത് ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണോ നിങ്ങളെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്നു, ആദ്യമായിട്ട് ഇവിടെ വന്ന് അറൌണ്ട് 1K ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. ആദ്യമായിട്ട് ഒരു ഗ്യാപ്പിന് ശേഷം ആ സന്തോഷം എല്ലാവരും അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ശക്തമായുള്ള അവയർനെസ്
ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിരന്തരമായിട്ട് ഇത് കേൾക്കുക, നിരന്തരമായിട്ട് സ്വയം ട്രെയിൻ ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി, എന്താണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? കുട്ടികൾ കളിക്കുന്ന ക്ലേ ഇല്ലേ, ഈ ക്ലേ കൊണ്ട് പല മോഡലുകൾ ഉണ്ടാക്കാറില്ലേ? ഇതേപോലെ ബ്രെയിൻ നമ്മളെ കയ്യിലെ ക്ലേ മാത്രമാണ്. ബ്രെയിനെ നമുക്ക് വേണ്ട രീതിയിൽ പാകപ്പെടുത്തി എടുക്കാൻ കഴിയും. ബ്രെയിൻ ആണല്ലോ നിയന്ത്രിക്കുന്നത്. ആ ഒരു കൺട്രോളിലേക്ക്, ആ പവർ ഓഫ് ചോയ്സിലേക്ക്, ആ ഒരു തിരിച്ചറിവിലേക്ക്, ആ ഉയർന്ന ബോധതലത്തിലേക്ക് നമ്മളെ തന്നെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്, നിരന്തരമായി ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡ് അവിടെയാണ് ആദ്യമായിട്ടുണ്ട് ആ മെന്റൽ ഹെൽത്ത് ശക്തമാവുന്നത്, അല്ലെ? പലപ്പോഴും മൈൻഡ് ബോഡി കണക്ഷനെ കുറിച്ചുള്ള അവബോധത്തിന്റെ കുറവാണ് ലൈഫിൽ ഹെൽത്ത് കുറയാനുള്ള കാരണം പറയും. എന്താണ് അത്? ആ മെന്റൽ ഹെൽത്ത് ഉണ്ടല്ലോ, മനസ്സിന്റെ ശക്തി ഉണ്ടല്ലോ. എന്താണ് ആ മൈൻഡിന്റെ ശക്തി എന്ന് പറയുന്നത്? മനസ്സിന്റെ, നമ്മുടെ ചിന്താശക്തിയാണ്. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ് എന്നുള്ള ചിന്ത നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. സമ്പൂർണ്ണ ആരോഗ്യവാനാണ്. നമ്മൾ അഫർമേഷൻസ് പറയാറില്ലേ, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യവാനാണ്, സംതൃപ്തിയുള്ള ആളാണ്, എനിക്ക് നല്ല സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്നേഹമുണ്ട്, ആ ശക്തിയുണ്ട് എന്നുള്ള ബോധം നിരന്തരമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് അല്ലെ? എന്താണോ റിപ്പീറ്റഡ്ലി നമ്മൾ പറയുന്നത് അത് വിശ്വസിച്ച് തുടങ്ങും. ആദ്യത്തിൽ നിന്ന് വിശ്വാസം വരില്ല, പക്ഷെ ആവർത്തിച്ച് നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ കേവലം ചിന്തകളല്ല, അതൊരു ഫീലാണ്, അതൊരു എനർജിയാണ്. നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവും, വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഫീലിലേക്ക്, ആ ഒരു എനർജി വൈബ്രേഷനിലേക്ക്, ആ ഒരു ഹൈ ലെവൽ എന്താണ് കോൺഷ്യസ്നെസ് ഒക്കെ പറയുന്നത്, ഇതാണ് ഹെൽത്ത് കോൺഷ്യസ്നെസ് പറയും. ഉയർന്ന ആ ഒരു ഹെൽത്തി ആയുള്ള ബോധ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. നിരന്തരമായ പരിശീലനം, അതാണ് അവിടെയാണ് നമുക്ക് ഫുൾഫിൽമെന്റ്, ആ ഹെൽത്ത്, ആ ഒരു പൂർണ്ണത, അല്ലെ? ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഉള്ളിൽ ഇതിന്റെ ഒരു സംതൃപ്തി അറിയണം എന്നുള്ളതാണ്. ആരോഗ്യം ഉണ്ടായിട്ട് സന്തോഷിക്കലല്ല. ചിലർ പറയും എനിക്ക് സന്തോഷമല്ല, കാരണം എന്താ? എനിക്ക് ആരോഗ്യമില്ലല്ലോ, കുറെ രോഗമാണല്ലോ, ഞാൻ കുറെ ഹോസ്പിറ്റലിൽ, വീട് ഹോസ്പിറ്റലാണല്ലോ. നിങ്ങൾ ഇത് പറയും തോറും നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അങ്ങനെ ആവാൻ കാരണം ഉള്ളിൽ ഇത് ആവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇത് ആവർത്തിച്ച് നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ്. ഇതിന് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അതെ, ഞാൻ ആ പൂർണ്ണമായ ആരോഗ്യാവസ്ഥ എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആരോഗ്യാവസ്ഥയില്ലേ, ഫുൾഫിൽമെന്റ് അതാണ്. നിങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആരോഗ്യാവസ്ഥ. നിങ്ങൾ ഏതുപോലെ നിങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീടെന്ന സ്വപ്നമുണ്ട്, അല്ലെ? നിങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്ന പോലെ തന്നെ നിങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്ത് ഉണ്ട്, ഒരു പെർഫെക്റ്റ് ഹെൽത്ത് ഉണ്ട്. ആ ഹെൽത്തിന്റെ, അങ്ങനെ ഹെൽത്ത് ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ശരിക്കും ഇമാജിൻ ചെയ്തപ്പോ? അങ്ങനെ ഒരിക്കലും എന്താണ് രോഗം വരാത്ത, ഹോസ്പിറ്റൽ ഇല്ലാത്ത, മെഡിസിൻ കഴിക്കാത്ത, അല്ലെ? അങ്ങനെ കംപ്ലീറ്റ് ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആയിരക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും പൂർണ്ണമായ ആരോഗ്യമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും. അതെ, പുറമേ അത് അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടല്ല കാര്യമില്ല, ഉള്ളിൽ അനുഭവിക്കുന്നതേ, അതെ, ആ സുഖവും സന്തോഷവും സമാധാനവും ആത്മസംതൃപ്തിയും ഉള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ എത്താൻ കഴിയുമോ അപ്പോൾ നിങ്ങൾ 100% ഹെൽത്തിയായി. ആ ഉള്ളിൽ അനുഭവിക്കുന്ന കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡിന്റെ പേരാണ് എന്ത്? അങ്ങനെ കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡിന്റെ പേരാണ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഉള്ളിൽ അസംതൃപ്തി, അതാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ആളുകളും പറയുന്നത് എന്താണ്? മെഡിസിനെ കുറിച്ചും ഹോസ്പിറ്റലിനെ കുറിച്ചുമാണ്. യഥാർത്ഥത്തിൽ അത് വിവരക്കേടാണ്. ഹോളിസ്റ്റിക് ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതിൽ ഒരു ഭാഗം മാത്രമാണ്. ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് അറിയാൻ കുറെ ആളുകളെ അതിന്റെ ബേസിക് ആയുള്ള കാര്യം ഇമോഷണൽ ഹെൽത്ത്. ആദ്യം കൂടെ ഫിസിക്കൽ ഹെൽത്തിന് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇമോഷണൽ ഹെൽത്ത് ആണ്. എന്താ ഇമോഷണൽ? വൈകാരികമായുള്ള ഹെൽത്ത്. നമ്മുടെ ഉള്ളിൽ എന്താണ് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് വരുന്നത്? ആ ഒരു ഫീല്, അത് സുഖമുള്ള ഫീലാണോ, അസ്വസ്ഥ നിറഞ്ഞ ഫീലാണോ? ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ എന്ത് ഫീലാണ് വരുന്നത്? സുഖമുള്ള ഫീലാണോ, അസ്വസ്ഥ നിറഞ്ഞ ഫീലാണോ? സുഖമുള്ള ഫീലാണോ, അസ്വസ്ഥ നിറഞ്ഞ ഫീലാണോ? ടൈപ്പ് ചെയ്യൂ. സുഖമുള്ള ഫീലാണെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ഹെൽത്ത് ഉണ്ട്, അല്ലെ? സുഖമുള്ള ഫീൽ ആണെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഹെൽത്തി ആണ്. അതാണ് ക്ലിയർ അല്ലേ? നിങ്ങൾ ആ ഒരു ഇമോഷൻ നിങ്ങളെ ഹെൽത്തി ആയി കഴിഞ്ഞാൽ
മെന്റലി അല്ലെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. മാനസികമായിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താണ്, ഒരു സംതൃപ്തി ഉണ്ടാകും. നിങ്ങൾക്ക് നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ വരും. അതാണ് മെന്റൽ ഹെൽത്ത്. ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് ആ വിവേചന ശക്തി ഉണ്ടാകും, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാകും. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പോസിറ്റീവായുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവുള്ള, ചിന്താശേഷിയുള്ള, ബോധമുള്ള, ലോജിക്കലി നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പവർ, ആ ചോയ്സ് അല്ലെ, പവർ ഓഫ് ചോയ്സ് ഉള്ള, അതാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ ഇമോഷണലി മെന്റലി നിങ്ങൾ ഫിറ്റ് ആകുന്ന സമയത്ത്, വൈകാരികമായുള്ള സുഖം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമൂഹത്തിൽ ഇടപെടുന്ന നിങ്ങളുടെ സോഷ്യൽ ലൈഫ് അല്ലെ, ഈ സോഷ്യൽ ലൈഫ് തുടങ്ങുന്ന എവിടുന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഫാമിലി ശക്തമായുള്ള പോസിറ്റീവുള്ള മാറ്റം ഉണ്ടാകും അല്ലെ. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ, നമ്മുടെ കോഴ്സിൽ വന്ന ആൾക്കാർ എങ്ങനെയാണ് ഫാമിലി വലിയ ട്രാൻസ്ഫോം ഒരാൾ ചെയ്തിട്ടുള്ളൂ, ഫാമിലി മൊത്തത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇതേപോലെ ഫാമിലിയിൽ വലിയൊരു മാറ്റം നീ കൊണ്ടുവരാൻ പറ്റും. അതാണ് സോഷ്യൽ ലൈഫ്, ഫാമിലിയിലാവട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുകളിലാവട്ടെ. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? ഹോളിസ്റ്റിക് ഹെൽത്ത് എന്താണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണല്ലേ? യെസ് ഓർ നോ? എനിക്കിത് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഹോളിസ്റ്റിക് ഹെൽത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ബോധതലത്തിൽ എനിക്കത് അറിയാൻ, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിക്ക് ഇത് കൊടുക്കാൻ പറ്റും, ആളുകൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. ആ സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലെ. ചില ആളുകൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ചില നമുക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ കണക്ഷൻസ്, ആ ലവ് റിലേഷൻഷിപ്പ് അല്ലെ, സ്നേഹം, നിരുപാധിക സ്നേഹവും സന്തോഷവും ആളുകൾക്ക് കൊടുക്കല്ലേ. ആ ഒരു പരസ്പരം അല്ലെ, മനുഷ്യന്റെ ബേസിക് ആയുള്ള വികാരം എന്താണെന്ന്, അത് ഇമോഷണൽ ഹെൽത്ത് ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികാരം എന്താണ്? സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് എന്നാണ്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായുള്ള വികാരം എന്ന് പറയുന്നത്. ആ ഒരു ഇമോഷണൽ ഹെൽത്ത്, അത് നേരെ നമ്മുടെ സോഷ്യലി നമ്മൾ കണക്ട് ആകുമ്പോൾ ലൈഫ് എത്ര മനോഹരമാകും. ഒന്നും കൂടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സ്പിരിച്വലി നമ്മൾ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു അല്ലെ. അൺകണ്ടീഷണൽ ആ നിരുപാധിക സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മസംതൃപ്തിയുടെയും ഒരവസ്ഥ, അതാണ് നമ്മുടെ ഫുൾഫിൽമെന്റ്. പൂർണ്ണമായുള്ള ആത്മനിർവൃതിയുള്ള, സന്തോഷമുള്ള ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് ഫുൾഫിൽമെന്റ് എന്നത്. ഒരു സ്പിരിച്വൽ കണക്ഷൻ, നമുക്ക് എപ്പോഴും ആ ഒരു വെളിച്ചം ഫീൽ ചെയ്യും. അതാണ് എപ്പോഴും ആ ഒരു സുഖം. നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കല്ലേ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മൾ വ്യത്യസ്തമായുള്ള വിശ്വാസികളായിരിക്കും അല്ലെ. ദൈവവിശ്വാസം, പടച്ചവനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം ഒരു പേടിയാണ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, അയ്യോ ഞാൻ എന്തേ ചെയ്താൽ എനിക്ക് തെറ്റുകൾ ചെയ്തു പോകുമോ, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും എന്നൊക്കെ ചിന്ത വരിക. പക്ഷെ അതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഫീൽ എന്തായിരിക്കും? വല്ലാതൊരു സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യും, വല്ലാത്തൊരു സന്തോഷം. ഓൾവേസ് ആ സ്റ്റേ കണക്റ്റഡ്. നമ്മുടെ ആ ഒരു എന്താ നമ്മൾ പറയാ, ഹയർ സോൾ, എന്താണ് നമ്മൾ പറയാ, ആ ഹയർ ലെവൽ, ഹയർ കോൺഷ്യസ്നെസ് പറയും. ആ ഉന്നത അവബോധ തലത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത് എംബ്രേസ് ചെയ്യണം. നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയരുകയാണ്. എപ്പോഴും ആ വെളിച്ചവും സന്തോഷവും സംതൃപ്തിയും സമാധാനമുള്ള ഒരവസ്ഥ. ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസിലേക്ക്, ഈ സംതൃപ്തിയിലേക്ക്, ഈ ഒരു സമാധാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന്റെ ജേണി. ഇതാണ് ലൈഫിന്റെ ജേണി. നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ തേടുന്ന ഇതാണ്. അല്ലാതെ കുറെ സമ്പത്തോ, കുറെ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ കുറെ ഭക്ഷണമോ, അല്ലെങ്കിൽ കുറെ സുഖ സൗകര്യങ്ങളൊന്നും അല്ല. എന്ത് സുഖ സൗകര്യങ്ങളാണെങ്കിൽ, എന്ത് ബന്ധങ്ങളാണ്, അടിസ്ഥാനപരമായിട്ട് നമ്മളുമായി കണക്റ്റഡ് ആവുക എന്ന്, അതാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. സ്റ്റേ കണക്റ്റഡ് വിത്ത് യുവർ സെൽഫ് ആൻഡ് ഹയർ സെൽഫ്. യുവർ സെൽഫായിട്ട് കണക്റ്റഡ് ആവുക, മൈ സെൽഫായിട്ട് കണക്റ്റഡ് ആവുക, ഹയർ സെൽഫായിട്ട് കണക്റ്റഡ് ആവുക. ഈ യുവർ സെൽഫും ഹയർ സെൽഫും എങ്ങനെയാണോ കണക്റ്റഡ് ആവുന്നത്, ആ ദൈവികമായുള്ള, അനശ്വരമായുള്ള, അത്ഭുതകരമായുള്ള, നിരന്തരമായിട്ട് നമ്മുടെ എനർജി അല്ലെ, നമ്മൾ നിരന്തരമായി സ്വീകരിക്കുന്ന എനർജി സോഴ്സുമായിട്ട്, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഇൻഫിനിറ്റ് എനർജി, അതുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വല്ലാത്തൊരു സുഖാവസ്ഥയുണ്ട്. അതുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുക. അതാണ് നിരന്തരമായിട്ട് ഇതെല്ലാം ഉണ്ട്. അത് കണക്റ്റഡ് ആണെങ്കിൽ എന്ത് വേണം? ഇമോഷണലിയും ഫിസിക്കലിയും സോഷ്യലിയും ഫാമിലിയും എല്ലാം നമ്മൾ റൂട്ട്, അതാണ് ബേസിക് റൂട്ട് എന്ന് പറയുന്നത്. ആ ലൈഫിന്റെ ആ ബേസിക് റൂട്ടുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവണം അല്ലെ. ആളുകളുമായിട്ട് നിരന്തരം ആ പോസിറ്റീവായുള്ള ആ റിലേഷൻസ് മാക്സിമം ബിൽഡ് ചെയ്യണം. എപ്പോഴും ആ സന്തോഷവും സമാധാനം ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ മനോഹരമായുള്ള ലൈഫ്, ആ സമൃദ്ധമായുള്ള ലൈഫ്, അത് എല്ലാ തരത്തിലും. സമ്പത്ത് അതിൽ ഒന്ന് മാത്രമാണെന്ന് തിരിച്ചറിയണം.
എല്ലാ രീതിയിലും ഈ ആത്മസംതൃപ്തി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ലൈഫ് ട്യൂൺ ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഹയർ സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ആത്മീയപരമായുള്ള ഉന്നതിയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ആത്മീയതയിലേക്ക് എത്തണം, അല്ലാതെ എല്ലാം വിട്ടൊഴിഞ്ഞ ആത്മീയതയിലേക്കല്ല. ഈ ഒരു യാത്രയിലൂടെ നമ്മൾ എത്തുന്ന ഒരു ആത്മീയ തലമുണ്ട്, സുഖാവസ്ഥയുണ്ട്. ആ സുഖാവസ്ഥയാണ് നമ്മൾ നമ്മളോട് തന്നെ കൂടുതൽ ട്യൂൺ ചെയ്യപ്പെടുന്നു, ഹയർ സെൽഫ് ട്യൂൺ ചെയ്യപ്പെടുന്നു. കൂടുതൽ എന്ത് ചെയ്യാണ്, നമ്മൾ ആത്മാർത്ഥമായി നമ്മളോട് തന്നെ ട്രൂ, ആ സത്യസന്ധത വളരെ ജെന്യുവിൻ ആയിട്ട് നമുക്ക് എന്തിനേയും, അതാണ് അക്സെപ്റ്റ് എനി ഫീലിംഗ്. വി ആർ ഏബിൾ ടു അക്സെപ്റ്റ് എനി ഫീലിംഗ്, വി ആർ ഏബിൾ ടു ഫേസ് എനിത്തിങ്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അടിപതറാത്ത വിശ്വാസം നമുക്ക് അതിലുണ്ടാകും. അത് വിശ്വാസം അല്ല, അത് അനുഭവ തലമാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ കാണാത്തതിലാണല്ലോ. നമ്മളത് കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അതിന്റെ ആനന്ദത്തിലാണ്, അതിന്റെ ഹർഷാനന്ദത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു എവറിത്തിങ് ഈസ് ഇൻസൈഡ്, എല്ലാം ഇതിന്റെ അകത്താണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ആഗ്രഹിക്കേണ്ട അവസ്ഥ പോലും ഇല്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നാണ്. എങ്ങനെ നമ്മൾ എന്താണ് പലപ്പോഴും പറയാല്ലേ, ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് അല്ലെ. ആഗ്രഹിക്കേണ്ട അവസ്ഥ പോലും ഇല്ലാത്ത വിധം നമ്മൾ പൂർണ്ണതയിൽ എത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആ ഒരു പൂർണ്ണതയും സന്തോഷവും സമാധാനം കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ് അല്ലെ. പല ആളും പറയാറുണ്ട്, ആഗ്രഹങ്ങളല്ലേ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് എന്നല്ലേ. യഥാർത്ഥത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ജീവിതത്തിന്റെ താളം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രശ്നം ആഗ്രഹിക്കാതിരിക്കല്ല, ആഗ്രഹിച്ചുകൊണ്ടല്ലേ പ്രശ്നം അല്ല. നമുക്ക് നല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിരന്തരമായി മനസ്സിൽ വേണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നത് ഇല്ലാത്തതല്ല, യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. ഈ പ്രപഞ്ചം സമൃദ്ധമാണ്. ഞാൻ ഹെൽത്തി ആണ് എന്നാണ് പറയേണ്ടത്, ഹെൽത്തി ആവും എന്നല്ല പറയേണ്ടത്. കാരണം എന്താ, ഹെൽത്തി ആണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ അവസ്ഥയോ, അത് യാഥാർത്ഥ്യത്തിൽ നമ്മൾ അകന്നു പോയതാണ്. യാഥാർത്ഥ്യത്തിലേക്ക് ചേരുന്നു, നമ്മൾ നമ്മുടെ സെൽഫിലേക്ക് ചേരുന്നു, നമ്മൾ ഹയർ സെൽഫിലേക്ക് ചേരുന്നു, നമ്മൾ എനർജി സോഴ്സായി കണക്റ്റഡ് ആകുന്നു. നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കുന്നതിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ റിയാലിറ്റി, അതിന്റെ പരമായുള്ള സത്യം, അതിന്റെ എൻജോയ്മെന്റ്, ത്രിൽ, ആ ലൈഫിന്റെ ജോയ് ഓഫ് ലൈഫ് നമ്മൾ ആ സ്പിരിറ്റ് ഓഫ് ലൈഫ് നമ്മൾ അറിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ നമ്മളിത്, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരുപാട് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എന്താണോ തേടുന്നത് എന്ന് നമ്മുടെ സോളിന് അറിയാം, നമ്മുടെ ആത്മാവിന് അറിയാം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും ആ ഒരു തേട്ടമുണ്ട്, ആ സംതൃപ്തി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ഒരു വല്ലാത്തൊരു മാനിഫെസ്റ്റേഷൻ ലൈഫ് എത്തും, വല്ലാത്തൊരു സംതൃപ്തിയായിരിക്കും. അപ്പോൾ പലപ്പോഴും പല ആളും പറയാറുണ്ട്, ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം ലൈഫിൽ ഉണ്ടായത് പറയാം. അതേ, പ്രതീക്ഷിക്കാത്ത അത്യത്ഭുതകരമായുള്ള അപ്രതീക്ഷിതമായുള്ള ലൈഫിൽ വല്ലാത്തൊരു ഷിഫ്റ്റ് ഉണ്ട്, ഒരു വലിയൊരു മാറ്റം ലൈഫിൽ നിങ്ങൾക്ക് വരാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലക്ഷ്യമാക്കേണ്ടത്. ആ തിരിച്ചറിവ് ശക്തിയിലാണ് നമ്മൾ ഓരോ നിമിഷം ജീവിക്കേണ്ടത്. ദാറ്റ്സ് എ ട്രൂ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് ട്രൂ ജോയ് ഓഫ് ലൈഫ്. ഈ ഒരു സംതൃപ്തിയും സമാധാന ലൈഫിന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. 1000-ലധികം ആളുകൾ ഇന്നിവിടെ ജോയിൻ ചെയ്തു. എല്ലാവരോടും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എൻ്റെ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു ഗ്രാൻഡ് ഇവന്റ് ആയി മാറ്റിയ നിങ്ങളെ. അത് ഈ ഒരു അവബോധം നമ്മളിൽ ഒതുങ്ങാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ, നമുക്ക് കിട്ടിയൊരു ബോധം ഉണ്ടല്ലോ. എനിക്ക് കിട്ടിയത് ഞാൻ ഒതുക്കി വെച്ചെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് കിട്ടിയ ഒരു ബോധം ഇത് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കിട്ടിയ ഈ ഒരു അറിവ്, ഈ ഒരു ബോധം, ഈ ഒരു ചിന്ത, വ്യത്യസ്തമായുള്ള വേറിട്ട അല്ലെ, നമ്മളെ സമൂഹത്തിൽ മിക്ക ആളുകൾക്കും അറിയാത്ത വേറിട്ട ഒരു ചിന്താരീതി ആളുകൾക്ക് കൊടുക്കണ്ടേ നമ്മൾ? യെസ് ഓർ നോ? ഇത് ആളുകൾക്ക് എത്തിക്കണ്ടേ? നമ്മുടെ ഉത്തരവാദിത്തല്ലേ അല്ലെ? നിങ്ങൾ ആലോചിച്ചു, യെസ് ഓർ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലെ? അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു പൂർണ്ണതയിലേക്ക്, ആ ഒരു വിജയത്തിലേക്ക്, ആ ഒരു സംതൃപ്തിയിലേക്ക് നമ്മൾ മാത്രം എത്തിയാ പോരാ, ഒരുപാട് ആളുകൾ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മെഗാ മാരത്തോൺ ട്രെയിനിങ് പ്രോഗ്രാം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഗംഭീരമായുള്ള തുടക്കമാക്കിയ എല്ലാവരുടെ സന്തോഷവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്ത 3 ദിവസം, നാളെ
നാളെ നമ്മൾ എന്താണ് വെൽത്ത് ആണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. വെൽത്ത് ആണ്, സമ്പത്താണ്. ഇത് നമ്മൾ സമ്പത്തായിട്ട് കണക്ട് ചെയ്ത് വളരെ മനോഹര അടിപൊളി. ഞാൻ അത്രയും ഒരുങ്ങിയിട്ട് സംസാരിക്കും. നിങ്ങൾ മനസ്സിലായിട്ടോ? നിങ്ങൾക്ക് എനർജി മനസ്സിലായി. ഞാൻ അത്രയും ഒരുങ്ങിയിട്ടാണ് ഈ സെഷനോട് തയ്യാറായി വന്നത്. അപ്പൊ ഈ വരും ദിവസങ്ങൾ എല്ലാവരും ഇവിടെ ലൈവായിട്ട് പങ്കെടുക്കാൻ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ കോഴ്സുകളും ക്ലാസ്സുകളും എല്ലാം വരുന്നുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അതിലേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിൽ പങ്കെടുത്ത ധാരാളം ലൈഫ് മാസ്റ്ററിൽ പങ്കെടുത്ത് ധാരാളം വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരോടൊക്കെ എല്ലാവരും എന്റെ സന്തോഷം അറിയിക്കണം. 23 നമ്മളുടെ അടുത്ത ബാച്ച് ആരംഭിക്കും. മീൻസ് നമ്മുടെ ഈ ഒരു EFT ഗുരു LLP നമ്മളൊരു പുതിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം അടുത്ത ആ ഒരു ആദ്യ ബാച്ച് 23 ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്ത എല്ലാവരോടും എനിക്ക് ഇദ്ദേഹത്തിന് അടിയിൽ തന്നെ സന്തോഷം അറിയിക്കുകയാണ്. ഒരു കംപ്ലീറ്റ് ചേഞ്ചിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെ, നിങ്ങളുടെ 3 കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, അതുപോലെ എന്താണ് നിങ്ങളുടെ ക്യാഷ്. നിങ്ങൾ ഒരുപക്ഷെ ലക്ഷങ്ങൾ കൊടുത്ത് മാറ്റം വരാത്ത പല വിഷയങ്ങൾ ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിറ്റിയിൽ അല്ലെ, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ലൈഫിന്റെ ടോട്ടൽ ചേഞ്ച് ചെയ്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും സന്തോഷിക്കേണ്ട. ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ആളുകളെ ആരാണോ നിങ്ങൾ ഈ കോഴ്സിലേക്ക് കണക്ട് ചെയ്തത്, വാട്സപ്പിലൂടെ കണക്ട് ചെയ്തത്, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ്, അവരോടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് അറിയുക. ഞാൻ അതിനെക്കുറിച്ച് കൂടി സംസാരിക്കുന്നതിന് പല ആൾക്കും ഓൾറെഡി ഇത് അറിയാവുന്നതാണ്. എല്ലാവരോടും എന്റെ സന്തോഷവും കടപ്പാടും അറിയിക്കാൻ. ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മളുടെ ചാറ്റ് ബോക്സിലുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാം, നമ്മൾ കണക്ട് ചെയ്യുക, സ്റ്റേ കണക്റ്റഡ് വിത്ത് ദ കമ്മ്യൂണിറ്റി. അപ്പൊ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പോകണം. എന്നാൽ എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. കുറെ ആളുകൾക്ക് അറിയാത്തൊരു എന്താ പറയുക, വേണ്ട ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പുതിയ ആൾക്ക് മെഡിറ്റേഷൻ അറിയാത്ത ആളുകളുണ്ടാവും. അവർക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണ്. കമ്മ്യൂണിറ്റി പെട്ട ആളുകൾ ഓൾറെഡി ചെയ്യുന്ന ആളുകളാണ്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഈ സംഭവം നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കുന്ന, അല്ലെ, മനസ്സിനെ ട്യൂൺ ചെയ്തെടുക്കുന്ന മനോഹരമായുള്ള ഒരു ടൂളാണ് മെഡിറ്റേഷൻ. എല്ലാവരും സ്ട്രൈറ്റ് ആയിരിക്കുക. പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ഹെൽത്ത് ആഗ്രഹിക്കുന്ന, കംപ്ലീറ്റ് ആയിട്ട് ലൈഫിൽ മാറ്റം ആഗ്രഹിക്കുന്ന, ഒരിക്കലും മെഡിസിൻ ഉപയോഗിക്കാത്ത ലൈഫ് ആഗ്രഹിക്കുന്ന, ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമില്ലാത്ത ലൈഫ് ആഗ്രഹിക്കുന്ന, കുടുംബത്തിലോ ചുറ്റുപാടുകളോ രോഗികളില്ലാത്ത, കാണുന്നവരെല്ലാം പൂർണ്ണ ഹെൽത്തി ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അത് അവസ്ഥക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം കേട്ടോ. എല്ലാവരും സ്ട്രൈറ്റ് ആയിരിക്കുക. റിലാക്സ് യു മൈൻഡ്, റിലാക്സ് യു ബോഡി. മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുക. ഓരോ നിമിഷത്തെ ശ്വാസത്തെയും അറിയുക. ഓരോ നിമിഷവും ശ്വാസം എടുക്കുന്ന അറിയുക. ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കുക. ഓരോ നിമിഷവും ശ്വാസം എടുക്കും തോറും എന്റെ മനസ്സും ശരീരവും കൂടുതൽ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തിരിക്കുക കേട്ടോ. മറ്റു തിരക്കുള്ള ആളുകളാണെങ്കിൽ ജോലിക്കിടയിൽ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യം നേടിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്സ് ഫീൽ ദാറ്റ്. റിലാക്സ് യുവർ മൈൻഡ്, റിലാക്സ് യുവർ ബോഡി. മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കി. ഓരോ നിമിഷവും എൻ്റെ ശരീരവും മനസ്സും കൂടുതൽ സുഖകരമായ, ശാന്തമായ, ഏകാഗ്രമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഓരോ നിമിഷവും ഞാൻ ശ്വാസം എടുക്കും തോറും എൻ്റെ മനസ്സും ശരീരവും കൂടുതൽ ഹെൽത്തി ആയിക്കൊണ്ടിരിക്കും. എൻ്റെ മനസ്സിന്റെ ശക്തിയെ ഞാൻ അറിയുന്നു. എൻ്റെ മാനസികമായ ആരോഗ്യത്തിന്റെ രഹസ്യം ഞാൻ പഠിച്ചു കഴിഞ്ഞു. മാനസികമായുള്ള സംതൃപ്തിയും സന്തോഷവും ആണ് എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യം. രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള മഹത്തായ തിരിച്ചറിവിന്റെ ശക്തിയിൽ, ഈ അവബോധത്തിന്റെ ശക്തിയിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. പ്രപഞ്ച ശക്തിയിൽ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ്, സന്തോഷവാനാണ്. ഞാൻ പൂർണ്ണമായും ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്. നിരന്തരമായിട്ട് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്.
ഇവിടെ അതിനുള്ള ചെറിയൊരു പ്രാക്ടീസ് മാത്രമാണെന്നുള്ള ബോധം ഞാൻ സ്വയം കൊണ്ടുവരുന്നു. ഇപ്പോൾ കിട്ടുന്നത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഉടനീളം ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ ആ ഒരു സംതൃപ്തി അനുഭവിക്കുന്നു. ആ സുഖാവസ്ഥ, സുഖാനുഭവം ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സുഖം അറിയട്ടെ. ഹൃദയമാണ്, ഹൃദയ താളമാണ് അല്ലേ? ഹൃദയത്തിന്റെ സുഖം അറിയുന്നു, സംതൃപ്തി അറിയുന്നു, സമാധാനം അറിയുന്നു, സുഖം അറിയുന്നു. ആത്മസുഖം എല്ലാവരും ആഗ്രഹിക്കുന്ന ആ സുഖം. ഹൃദയത്തിന്റെ സുഖാവസ്ഥയാണ് ഹൃദയാരോഗ്യം. അതാണ് ബ്രെയിനിന്റെ ആരോഗ്യം അല്ലെ? ചിന്തയുടെ സുഖം, പോസിറ്റീവായുള്ള ചിന്തകൾ, ബ്രെയിനിന്റെ ആരോഗ്യം, ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ആരോഗ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക അവസ്ഥകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവുണ്ടായിരിക്കുന്നു എനിക്ക്. ആ തിരിച്ചറിവ് ഒരുപാട് നന്ദിയുണ്ട്. ഈ തിരിച്ചറിഞ്ഞ ശക്തിയിൽ ഞാൻ പറയുന്നു, ഞാൻ അശക്തമായുള്ള ബോധതലത്തിൽ ഇരുന്ന് പറയുന്നു, ഐ ആം കംപ്ലീറ്റ്ലി ഹെൽത്തി ആൻഡ് സ്ട്രോങ്. ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ്, സംതൃപ്തിയുള്ള ആളാണ്, സന്തോഷമാണ്. ആ സന്തോഷമാണ് എൻ്റെ ആരോഗ്യം. ആരോഗ്യത്തിന്റെ രഹസ്യം മറ്റൊന്നുമല്ല, സന്തോഷത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്, ആത്മസംതൃപ്തിയിലാണ്. അത് ശക്തമായി ഞാൻ എന്നോട് തന്നെ ആവർത്തിച്ച് പറയുന്നു. ആത്മസംതൃപ്തിയിലാണ് ഞാൻ. പരാതികളില്ല, പരിഭവമില്ല, ഒന്നുമില്ല. പൂർണ്ണമായുള്ള സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ ഉള്ളിൽ ആ സമൃദ്ധി നൽകുന്ന സന്തോഷം ഞാൻ അനുഭവിക്കുന്നു, ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. Take a nice deep breath. ദീർഘമായുള്ള ശ്വാസം റിലാക്സ്. Take a nice deep and slow breath. Take a nice deep and slow. എൻജോയ് ബ്രീത്ത്. ഓരോ ശ്വാസം എൻജോയ് ചെയ്യാട്ടോ. നിങ്ങൾ ശ്വാസം എൻജോയ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? ജീവിതത്തിൽ മഹാന്മാർ ഓരോ ശ്വാസവും എൻജോയ് ചെയ്യുന്നവരാണെന്ന് പറയാം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓരോ ശ്വാസവും, ഓരോ ഹൃദയമിടിപ്പും, ഓരോ സ്റ്റെപ്പുകളും എൻജോയ് ചെയ്യുന്ന ആളുകളാണെന്ന്. ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്ന ആളുകളാണ് മഹാന്മാർ. അവർ ആ പ്രസന്റ് മൊമെന്റിൽ, ആ നിമിഷത്തിൽ അവർക്ക് ഭാവിയെ കുറിച്ച് ചിന്തയൊന്നുമില്ല. എന്ത് ഭാവി? അവർക്കറിയാം ഈ നിമിഷത്തെ സന്തോഷമാണ് ഭാവി പരുവപ്പെടുത്തിയെടുക്കുന്നത് അല്ലെ? ഭാവി ഉണ്ടാക്കിയെടുക്കുന്നത് അതാണ്. ഈ നിമിഷത്തെ സന്തോഷം അടുത്ത നിമിഷത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നു, മനോഹരമാക്കുന്നു. അല്ലാതെ വെറിയിടാണ്ട് ഒരു കാര്യമില്ല അല്ല. അപ്പൊ ഈ നിമിഷത്തെ സന്തോഷമാണ് അടുത്ത നിമിഷം സന്തോഷം. അത് വീണ്ടും ഇരട്ടി മധുരം പോലെ ജീവിതം കൂടുതൽ മധുരതരമാകുന്നു. വെറുതെ ആങ്സൈറ്റിയും സ്ട്രെസ്സുമായിട്ട് ലൈഫിനെ അല്ലേ നമ്മൾ വെറുതെ അറിയാതെ അല്ലേ, നമ്മൾ ബോധപൂർവ്വം അല്ല, പക്ഷെ ഇനി അതിന് നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ നിമിഷം പൂർണ്ണമായും അതിന്റെ സന്തോഷാവസ്ഥ ഞാൻ അറിയുന്നു, അതിന്റെ ആത്മസംതൃപ്തി, ആത്മസായുജ്യം. അങ്ങനെ ഒരു സംതൃപ്തിയും സമാധാനവും സന്തോഷവും കംപ്ലീറ്റ് ഹെൽത്തും നൽകിയതിന് ഒരുപാട് വലത് കൈ ഹൃദയത്തോട് ചേർത്ത് പറയാ, ഹൃദയത്തിന്റെ വൈബ്രേഷൻ അറിഞ്ഞു പറയാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രപഞ്ചശക്തിക്ക്, ദൈവത്തിന്, അള്ളാഹുവിന്, സർവേശ്വരന്, എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ശക്തിക്ക് പൂർണ്ണമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക കേട്ടാ. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എത്രത്തോളം ആഴത്തിലേക്ക്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു ദീർഘശ്വാസം അല്ലേ. ആ നമ്മള് ഗട്ട് ഫീലിംഗ് പറയില്ലേ, നമ്മളെ വയറിന്റെ അടിവയറ്റിൽ നിന്ന് വരണമെന്ന് അറിയാം. അടിവയറ്റിൽ നിന്ന് ദീർഘമായിട്ട് അകത്തോട്ട് ശ്വാസം, അടിവയറ്റിൽ നിന്ന്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങോട്ട് വരട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വീണ്ടും 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 ആഴത്തിൽ അല്ലേ. മോറിസ് ഗുഡ്മാൻ പറഞ്ഞില്ലേ, എല്ലാവരും സെർച്ച് ചെയ്യണം കേട്ടോ. ആഞ്ഞു വലിക്കൂ എന്നാ പറഞ്ഞത് മോറിസ് ഗുഡ്മാൻ. പൊട്ടിയ ഡയഫ്രത്തോടാ പറയുന്നത് ആഞ്ഞു വലിക്കുന്നു. ആലോചിച്ചു, എന്താ അത്ഭുതം അല്ലേ? നമ്മുടെ ശരീരത്തിന് അത്ഭുതം, അത്രയും അത്ഭുതമാണ് മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. ആഞ്ഞു വലിക്കൂ, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ആഞ്ഞു വലിക്കൂ അല്ലെ, നമ്മുടെ അടിവയറ്റിലേക്ക് ആഞ്ഞു വലിക്കൂ. ആ ഗ്രാറ്റിറ്റ്യൂഡ്, ഗട്ട് ഫീലിംഗ്, ഗട്ട് ഫീലിംഗിന്റെ പോയിന്റ് എന്ന് പറയുന്ന ആവിയുടെ അടിഭാഗം എന്ന് പറയുന്നത്, ഉള്ളിൽ നിന്ന് ഒരു ഫീൽ, ഒരു വൈബ്രേഷൻ വരാണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്.
ഓക്കെ, ഇൻ എനർജി ന്യൂട്രലൈസ് ചെയ്യുക. ചില ആൾക്ക് ഭയങ്കര ഹൈ എനർജിയിലേക്ക് പോയിട്ടാവും കേട്ടോ. ഒരുപാട് ഹൈ എനർജി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് പറയാം ദിസ് ഈസ് മൈ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇതെന്റെ സ്വാഭാവികം കേട്ടോ. ആക്ച്വലി ഇത് നമുക്കിപ്പോൾ ഭയങ്കര വൈബ്രേഷൻ, ബോഡി ഭയങ്കര തരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് നോർമൽ ആവും. ഇത് നോർമലായ അവസ്ഥയെ നമുക്ക് ഉണ്ടാവേണ്ട കേട്ടോ. പക്ഷെ നമ്മൾ തീരെ അനുഭവിക്കാത്തവർക്ക് ഭയങ്കര എനർജി കയറിയവരൊക്കെ ഉണ്ടാവും. അത് നോർമലാന്ന് പറയാം. ദിസ് ഇസ് വെരി നാച്ചുറൽ, ദിസ് ഇസ് വെരി കോമൺ. ഇത് ഇത് ഇവിടെ ന്യൂട്രലൈസ് ചെയ്യും. നിങ്ങളുടെ ടൈം എടുത്തോളൂ. ന്യൂട്രലൈസ്, കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡിലേക്ക് വരിക. ശാന്താവസ്ഥ, ഒരു മനോഹരമായുള്ള ശാന്തമായി കൊണ്ടിരിക്കുന്ന ഒരു അല്ലേ, ഒരു പുഴ പോലെ ശാന്തമാക്കുക. റിലാക്സ് റിലാക്സ് റിലാക്സ്. അങ്ങനെ ഇങ്ങനെ ആ ഒരു വൈബ്രേഷൻ ഇങ്ങനെ ശാന്തമാവസ്ഥയിലേക്ക് ഇങ്ങനെ വന്ന് ശാന്തമായ അവസ്ഥയിലേക്ക് വന്നതിന് ശേഷമേ കണ്ണോർക്കാവൂ കേട്ടോ. പൂർണ്ണമായുള്ള ശാന്താവസ്ഥയിലേക്ക് വന്നിട്ട് പതിയെ 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 കണ്ണുകൾ നിങ്ങളുടേതായ സമയം എടുത്ത് കണ്ണുകൾ പതിയെ തുറക്കട്ടോ. റിലാക്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും? പതിയെ എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു. ഒരു തംസപ്പ് ഒക്കെ കാണട്ടെ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. താങ്ക് യു. അടിപൊളി. താങ്ക് യു സോ മച്ച്. പൊളിച്ചു. താങ്ക് യു എല്ലാവരോടും. നിങ്ങളാണ്. അപ്പം 3 ദിവസം എല്ലാവരും കൂടെ ഉണ്ടാവണം. അടുത്ത 3 ദിവസം ഇതേപോലെ ഗംഭീരമായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം ഏട്ടാ. എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇനി കോഴ്സ് ഇത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ATC ഉണ്ട്. ഗ്രാറ്റ്യൂഡ് പറയുന്ന ഒരു വേദി ഞാൻ ഒരിക്കൽ കൂടെ വരുന്നുണ്ട്. സ്പെഷ്യൽ ATCയിൽ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ അല്ലേ ഞാൻ വരും. ഉടനെ തന്നെ ചോദിച്ചു. ഞാൻ ഉടനെ വരും. ഇത് ലീവ് ചെയ്തിട്ട് ഉടനെ വരും. അപ്പോൾ ബാക്കിയുള്ള ഗ്രാറ്റ്യൂഡ് പറയട്ടെ. ഇതിന്റെ എല്ലാ ഗ്രാറ്റ്യൂഡ് പറയാൻ പറ്റും കേട്ടോ. കോഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ പറ്റും. അങ്ങനെ ഇവിടെ നമുക്ക് ഗ്രാറ്റ്യൂഡ് പറയുന്ന വേദി അടുത്ത ദിവസങ്ങളൊക്കെ ഞാൻ അവസരം എനിക്ക് തരും കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സ്പെഷ്യൽ ATCയിൽ വരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.